സുരേഷേട്ട, ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത് വലിയ പ്രചരണായുധം ആക്കിയാണ് CPM മുന്നോട്ട് പോരുന്നത്. എന്നാൽ ആ CPMന് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ RSS CPM ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പരാമർശം. ഇത് നിലമ്പൂരിൽ CPMന് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടിയാകുമോ? തീർച്ചയായിട്ടും തിരിച്ചടിയാവുമല്ലോ. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ പ്രദേശമാണത്. ന്യൂനപക്ഷ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ടാണ് CPM ആയാലും മുന്നോട്ട് പോകുന്നത്. അവരുടെ കേഡർ വോട്ട് മാത്രമല്ലല്ലോ. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നത് ഉറപ്പായിട്ടും തിരിച്ചടിയാവും. അത് മാത്രമല്ല, പിന്നെ ഒരു ഗുണം കിട്ടിയത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിശബ്ദ പ്രചരണം നടക്കുന്ന ദിവസമാണ് ഇങ്ങനത്തെ ഒരു സംഭവം പുറത്ത് വരുന്നത് എന്നുള്ളത് CPMന് ഒരു ആശ്വാസം എന്ന് പറയാം. ഇല്ലാതെ ഇത്തരത്തിൽ ഈ CPMൻ്റെ നേതാക്കന്മാർ ഒരു ബോധവുമില്ലാതെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് വായിത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. അതും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ള ഒരാളൊക്കെ ഇത്രയും ചരിത്ര വിരുദ്ധമായ ഒരു കാര്യമാണ് അയാൾ പറഞ്ഞതെന്ന് വേണം പറയാനായിട്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും CPM RSSുമായിട്ട് ഒരിക്കലും ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. അത് ചരിത്രമാണ്. RSSൻ്റെ വോട്ട് വേണ്ട എന്നാണ് EMS പറഞ്ഞത്. അപ്പം ആ സമയത്ത് ഇത്തരത്തിലൊക്കെ പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഇത് ഓവർ കോൺഫിഡൻറ്റോടുകൂടി പറയുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് വിവരമില്ല. അതുമല്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഈ പിണറായി സർക്കാരിന് എതിരായിട്ടുള്ളൊരു പാരവെപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത് പറയുന്നത്. ഇല്ലാതെ ഇങ്ങനെ ഒരു അഭിപ്രായം അയാൾ പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ തന്നെ കോൺഗ്രസ് ഈ ഒരു രീതിയിലാണ് ചർച്ചകൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം BJP സ്ഥാനാർത്ഥി ഇല്ല, ആദ്യം വേണ്ടാന്ന് പറഞ്ഞത് എന്നെ CPMനെ സഹായിക്കാനെന്നാണ്. ഇത് ഈ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പിന്നീടും CPMന് എതിരെ കോൺഗ്രസിന് പ്രയോഗിക്കാവുന്ന ഒരു ആയുധമായി മാറില്ല. പ്രത്യേകിച്ച് പിണറായി 3.0 എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷകൾ CPM വയ്ക്കുമ്പോൾ. അല്ല, അത് തീർച്ചയായിട്ടും അത് അങ്ങനെയാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളത് വാച്ച് ചെയ്യേണ്ടത് ഈ 2015 നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുണ്ടല്ലോ. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ CPM വല്ലാത്തൊരു 2016 CPM അധികാരത്തിൽ വരും എന്ന് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിൽ BDJS എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു. പിന്നെ CPMൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് തന്നെ ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ അങ്ങ് പോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് 2015 ഈ ബീഫുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ബീഫ് മറ്റേ ഡൽഹിയിലൊക്കെ കേരള ഹൗസിലും അതുപോലെ തന്നെ JNUവിലും ഒക്കെ ബീഫിൻ്റെ പ്രശ്നം അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഒരുപക്ഷെ ഡൽഹിയിലും മറ്റേതെങ്കിലും സ്റ്റേറ്റിനേക്കാളും കൂടുതൽ കേരളത്തിലായിരിക്കും. CPM അതൊരു ഭയങ്കര പ്രചരണ ആയുധമായിട്ട് എടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അത് അവർക്ക് വലിയ ഗുണം ചെയ്യുകയും ചെയ്തു. 2015 തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ അത് അവർക്ക് വലിയ ഗുണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് 2016 അത് അവർക്ക് വലിയ നേട്ടമായിട്ട് വന്നു. അതിനുശേഷം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 4 വർഷമല്ല, അതിന് മുമ്പ് തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും കോൺഗ്രസ്സിന് എല്ലാ സമയത്തും BJP ആയിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ബന്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്, വസ്തുതയാണ്. അത് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ അവർ വളരെ കൃത്യമായ രീതിയിൽ അത്തരത്തിലൊരു പ്രചരണം അവർ നടത്തുന്നുണ്ട്. ആ പ്രചരണത്തിനെ കൗണ്ടർ ചെയ്യാനായിട്ട് CPMന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ വേറൊരു കാര്യം എടുത്താൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പെയാണ് EP ജയരാജൻ്റെ വീട്ടിൽ പ്രകാശ് ജാവ്ദേക്കർ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം വരുന്നത്. ശോഭാ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ പറയുന്നു, വോട്ട് ചെയ്യുന്നതിൻ്റെ അന്ന് അയാളത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചൊരു വ്യാഖ്യാനം നടത്തുകയാണ്. ആ വ്യാഖ്യാനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രയും കനത്ത തോൽവിയേക്ക് CPMന് കാരണമായത് ഒരുപക്ഷെ EP ജയരാജൻ്റെ ആ ഒരു പ്രസ്താവനയാവാം. ഇതുപോലെ നിങ്ങൾ നോക്കിയാൽ മതി, ഈ 2016 ശേഷം, പ്രത്യേകിച്ച് 2021 ശേഷം നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു സാധനം വരും. ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ സാധനം എന്ന് പറയുന്നത് ഭയങ്കര അപകടകരമായ ഒരു സാധനമാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് RSSുമായിട്ട് ഞങ്ങളൊരു ഘട്ടത്തിൽ ബന്ധമുണ്ടാക്കി എന്നാണ് പുള്ളി ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ വിവാദം എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ പ്രശ്നമുള്ള ചരിത്രമല്ലേ പറയുന്നത്? ചരിത്രമാണ്. RSSുമായിട്ട് ഒരിക്കലും ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ്സിന് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ശക്തമായിട്ടൊരു വികാരം ഉണ്ടാകുന്നു. ആ വികാരത്തിനെ ക്യാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടികളും കൂടി ഒന്നിക്കുന്നു. ജയപ്രകാശ് നാരായണനാണ് അതിന് ശരിക്കും പറഞ്ഞാൽ മുൻകൈ എടുക്കുന്നത്. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റുകൾ, അന്നത്തെ ജനസംഘം പിരിച്ചു വിട്ടിട്ട് അങ്ങനെ എല്ലാ പാർട്ടികളും കൂടി ചേർന്നിട്ടാണ് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാകുന്നത്. ഈ പാർട്ടിയാണ് അന്ന് മത്സരിക്കുന്നത്. ആ പാർട്ടിയോട് ഇടതുപക്ഷവും ഒപ്പം നിന്നു, ആ പാർട്ടിക്കൊപ്പം നിന്നു. അതായത് അന്നത്തെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. ആ പാർട്ടിയോടൊപ്പം നിന്നു. അപ്പം ജനസംഘവും ഇല്ല, RSSും ഇല്ല. RSS ഉണ്ട്, പക്ഷേ RSSന് അതിനകത്ത് വേറെ റോളൊന്നുമില്ല. ജനസംഘമാണ് അവരുടെ പാർട്ടി, ജനസംഘമില്ല. അവർ അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ജനതാ പാർട്ടിയിൽ RSSൻ്റെ സ്വാധീനം ശക്തമാണ് എന്ന് പറഞ്ഞിട്ടൊരു പ്രചാരണം ഉണ്ടാകുന്നുണ്ട്. ആ പ്രചാരണം 79 എന്തോ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇവിടെ ഒരു 4 ബൈ ഇലക്ഷൻ എന്തോ നടക്കുന്നുണ്ട്. ആ ബൈ ഇലക്ഷനിൽ വലിയ പ്രചരണ ആയുധമായി, ഇടതുപക്ഷത്തിനെതിരായിട്ടൊരു ശക്തമായ പ്രചരണ ആയുധമാകുന്ന സമയത്ത്
സമയത്ത് EMS അന്ന് EMS പറഞ്ഞതാണ് ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട. അപ്പോൾ ഒരു കാലത്ത് അവർ RSSുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. അതേസമയം അതിനുശേഷം 80-ലും പിന്നെ 91-ലും UDFും BJP ആയിട്ട് ബന്ധമായിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസും BJP ആയിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. കോലീബി സഖ്യം 91-ൽ, 80-ൽ പിന്നെ പാലക്കാടും കാസർഗോഡും ആണെന്നാണ് തോന്നുന്നത്. രാജഗോപാലിനെയൊക്കെ കോൺഗ്രസ് പിന്തുണച്ച ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് പുള്ളി പ്രത്യേകിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലുള്ള ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊരു വർത്തമാനമൊക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പുള്ളിയുടെ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ പുള്ളിയുടെ തല പരിശോധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢ ഉദ്ദേശം ഉണ്ടാവും. അതായത് ഇപ്പം നിലമ്പൂരിലൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് CPMൽ വരും സമയങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഒരു പൊട്ടിത്തെറിക്ക് ഇത് തന്നെ ഒരു കാരണമാവാം. തീർച്ചയായിട്ടും അത് കാരണമാവുമല്ലോ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്തരത്തിൽ ഈ അവസാന നിമിഷത്തിൽ ഇതെല്ലാം ചെയ്തിട്ട് വെള്ളം കോരിയിട്ട് കലമുടച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് പുള്ളി ഇപ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അത് പിന്നെ ഈ സ്വരാജിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്ന് പറഞ്ഞ് അതിപ്പം വലിയൊരു മാധ്യമങ്ങളിൽ അത്ര വലിയൊരു രാവിലെ കുറച്ച് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പം ഗോവിന്ദ മാസ്റ്റർ തന്നെ തിരിച്ചു വന്നിട്ട് അതിന് വിശദീകരണമൊക്കെ കൊടുത്ത് അപ്പം മാധ്യമങ്ങൾ വഴി അതൊരു വലിയ പ്രചരണം ആയിട്ടില്ല. പക്ഷേ അത് ഈ നിശബ്ദ പ്രചരണമാണെങ്കിൽ പോലും UDF അതൊക്കെ വലിയ കാര്യമായിട്ട് തന്നെ ഉപയോഗിക്കും എന്നുള്ളതിനകത്തൊരു തർക്കവും വേണ്ട. അത് ഈ നിലമ്പൂർ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലും ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ നമ്മുടെ ഈ സമൂഹം ഇപ്പോഴൊരു വല്ലാത്തൊരു ഭയത്തിൻ്റെ വക്കിലിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ മുസ്ലിം വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഒരു ഭയത്തിൻ്റെ വക്കിലിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അവരുടെ മനസ്സിലൊരു ചെറിയ ഒരു സംശയത്തിൻ്റെ നിഴൽ വീണാൽ മതി, അവർ എൻ ബ്ലോക്കായിട്ട് തിരിയും. അങ്ങനെയാണ് അവർ UDFനെ വിട്ടിട്ട് LDFനെ പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടം എത്തിയത്. ഇത് തിരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ LDFനും വലിയ തിരിച്ചടിയാവും. എന്താണെന്ന് LDFന് ഭീകരമായ തിരിച്ചടിയാവും. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം LDFൻ്റെ മറ്റുള്ള ഈ ഹിന്ദു തരത്തിലുള്ള വോട്ട് ബേസൊക്കെ കുറേ പോയിട്ടുണ്ട്, ഈ ഇഴവ വോട്ടൊക്കെ കുറേ പോയിട്ടുണ്ട്, BJP കുറേ വോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ ഒരു പിടുത്തത്തിലാണ്. അതാണ് അവർ ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രചരണം കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണവും. അപ്പം ഇതൊക്കെ എഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു ബംഗാളായി മാറിക്കൂടായികയുമില്ല. നമ്മൾ ഈ നിലമ്പൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു വികസനം പറഞ്ഞു, അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത്. പൊടുന്നനെ ഇതങ്ങൊരു വർഗീയ വിഷയങ്ങളിലേക്ക് മാറി. കാരണം ഇപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി RSS ബന്ധം പറഞ്ഞതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദി അല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ഒരു പറയുന്ന ഘട്ടത്തിലേക്ക് വരെ എത്തി. അപ്പോൾ പൂർണ്ണമായും വർഗീയവൽക്കരിക്കുകയാണ്, വർഗീയതയിലേക്ക് മാറിക്കഴിഞ്ഞു. അല്ല, അതാണ് കേരളത്തിൻ്റെ നിങ്ങൾ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, കേരളത്തിൻ്റെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത്, അതായത് 90കളിലൊക്കെ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സ്ട്രാറ്റ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട സൊസൈറ്റികളിൽ ഒന്നാണ് കേരളം എന്നാണ് പറഞ്ഞിരുന്നത്. ഏകദേശം 50% രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയമില്ല. ഇപ്പം അരാഷ്ട്രീയവാദമാണ് നമ്മുടെ മുന്നിൽ എപ്പോഴും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വർഗീയതയ്ക്കാണ് പ്രാധാന്യം. കോളേജുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജുകളിൽ ഇപ്പം പിന്നെ SFI എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് പോരാടേണ്ടി വരുന്നത് KSUവിനോടോ അല്ലെങ്കിൽ വേറൊന്നിനോടും അല്ല, അവർക്ക് ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ളൊരു സാധനത്തിനോടാണ് പോരാടേണ്ടി വരുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് ഇല്ലാതാകുമ്പോഴത്തേക്ക് അത് ഫെറ്റർണിറ്റി എന്നുള്ള രീതിയിൽ വേറൊരു രീതിയിൽ വരുന്നു. അപ്പോൾ ഈ അടിസ്ഥാനപരമായി തന്നെ വർഗീയതയിൽ മാത്രം വേരൂന്നിക്കൊണ്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വീണ്ടും വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു ഭ്രാന്താലയമാകുന്ന വക്കിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ പറയുമല്ലോ, അതായത് ഈ ഏറ്റവും നല്ല സാധനം ചെയ്യുമ്പോഴാണ് വലിയ ദുർഗന്ധം ഉണ്ടാവുക എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അതുപോലെയാണ് ഇപ്പം ഭയങ്കരമായി എലൈറ്റായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് കേരളം. ആ സൊസൈറ്റി ചീഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സൊസൈറ്റി ആണ് ഇപ്പം തന്നെ കേരളം. അല്ല, ഇതിലൊരു മാറ്റം വരുത്തേണ്ട രാഷ്ട്രീയ പാർട്ടികൾ 4 വോട്ടിന് വേണ്ടി അതിലൊരു ഇടപെടൽ നടത്തുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന. അവിടെ അവർ വലിയൊരു വോട്ട് ഉള്ള ആൾക്കാരൊന്നുമല്ല, 10,000 വോട്ട് മാത്രമാണ് അവരുള്ളത്. ആ 3,000 വോട്ടിന് വേണ്ടിയിട്ടാണ് അവരെ ന്യായീകരിക്കുന്നത്. അവരെ ന്യായീകരിക്കുന്നതിന് കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പം സതീശൻ ന്യായീകരിച്ചു, ലീഗ് പാടച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സാധനങ്ങളെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ലീഗ് കേരളത്തിൽ ഇല്ലാതാകുന്നു എന്നുള്ളതിൻ്റെ
വേറൊരു സൂചനയായിട്ട് വേണം കാണാനായിട്ട്. അത് ലീഗിനിട്ടുള്ള ഒരു പണിയാണോ? ലീഗിനിട്ടുള്ള പണി വേണമെങ്കിൽ ആവാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സതീശനെ ലീഗും അത്ര സുഖത്തിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സതീശനെ ഇത്രയും നാൾ സഹിച്ചുകൊണ്ട് പോയത് തന്നെ ലീഗിൻ്റെ ഒരു വലിയ മഹാമനസ്കതയാണെന്ന് ഞാൻ കരുതുള്ളൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് ലീഗിനോട് എടുത്തിട്ടുള്ള നിലപാടുകളെല്ലാം കേരള സമൂഹത്തിൽ ഇപ്പോഴും ഉള്ളതാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതിൻ്റെ ബൈറ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ UDF ഈ തലത്തിൽ നിൽക്കുന്നത് തന്നെ ലീഗിൻ്റെ ഒരു വിട്ടുവീഴ്ച കൊണ്ടാണ്. പക്ഷേ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളൊരു സാധനത്തിന് ഇന്നിപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എടുത്തു, നാളെ SDPI എടുക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. നാളെ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ കുറേ കൂടെ വോട്ടുള്ള ആൾക്കാരാണ് SDPI എന്ന് പറയുന്നത്. അപ്പോൾ SDPIയെ കൂടി ഈ സതീശൻ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സതീശൻ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ പറയുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് ഒരു വലിയ പ്രസ്താവന വരും, UDF വിപുലീകരിക്കുന്ന തരത്തിലുള്ളൊരു വലിയ പ്രസ്താവന വരും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഘട്ടം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത ഘട്ടം ഒരുപക്ഷെ SDPI ആവാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിൽ നിന്നും ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായിട്ട് അകന്നുപോയി, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അകന്നുപോയി. കാസ എന്ന് പറഞ്ഞൊരു സാധനം വന്നതോടുകൂടി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളും അകന്നുപോയി. ആ സാഹചര്യത്തിൽ അവർക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ സ്വീകരിച്ചേ പറ്റൂ. അതിന് CPM പോലുള്ള പ്രസ്ഥാനം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിടുവായത്തനം പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള വളം ഇട്ട് കൊടുക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്.